കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 2.0. ലേൺവൈസ് അക്കാദമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 2.0 ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മെഷീൻ ലേണിംഗ് അൽഗരിതങ്ങൾ ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവ് ആയ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ ഈ വീഡിയോക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യാനുള്ള വാട്സ്ആപ്പ് നമ്പർ അടക്കം അവിടെ കൊടുത്തിട്ടുണ്ട്. 7592939616 എന്നതാണ് നമ്പർ. ഒന്നുകൂടെ പറയാം, നോട്ട് ചെയ്ത് വെക്കുക. 7592939616. സോ ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ അപ്കമിംഗ് ഇഗ്നോ എക്സാംസ്. താങ്ക് യു. ഹായ്, ഹലോ എവ്രിവൺ. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഇഗ്നോ ഫോക്കസ് 2.0 പുതിയ സെഷനിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മുടെ മുൻകാല ചോദ്യ പേപ്പറിന്റെ അൾട്ടിമേറ്റ് അനാലിസിസ് വീഡിയോസ് നമ്മൾ ഒരുപാട് കോഴ്സുകളുടെ ഒരുപാട് സബ്ജക്റ്റുകളിൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഒട്ടുമിക്ക ഡിഗ്രി കോഴ്സുകളിലും കമ്പൽസറി ആയിട്ട് വരുന്ന ഒരു സബ്ജക്റ്റ് ആണ് നമ്മുടെ എൻവയോൺമെന്റൽ സ്റ്റഡീസ് എന്ന് പറയുന്നത്. അതിന്റെ മുൻകാല ചോദ്യ പേപ്പറുകളെ 5ഓളം മുൻകാല ചോദ്യ പേപ്പറുകളെ നമ്മൾ കൃത്യമായിട്ട് റിസർച്ച് ചെയ്ത് പഠിച്ചിട്ട് അതിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് നമ്മൾ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ട് ഉടൻ തന്നെ നമ്മൾ വരുമെന്ന്. അപ്പൊ ആ ഒരു വീഡിയോയുടെ കണ്ടിന്യൂഷൻ ആണ് ഈ വീഡിയോ എന്ന് പറയുന്നത്. ഈ വീഡിയോയിലൂടെ ലേൺവൈസിന്റെ റിസർച്ചിലൂടെ നമ്മൾ 50 ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും ഇവിടെ പ്രെഡിക്റ്റ് ചെയ്യാൻ പോവാണ്. സോ ലെറ്റ്സ് ജംപ് ഇൻടു ദ വീഡിയോ. അപ്പൊ നമ്മുടെ 50 ചോദ്യങ്ങളിലേക്കും കടക്കുന്നതിന് മുൻപായിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മുടെ സബ്ജക്ട് എന്താണ്? സബ്ജക്ട് കോഡ് BEVAE 181 എൻവയോൺമെന്റൽ സ്റ്റഡീസ് എന്ന് പറയുന്ന സബ്ജക്ട് ആണ്. ഓക്കെ, 2024 ജൂൺ എക്സാമുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നിങ്ങളുടെ മുൻപിൽ നമ്മൾ അവതരിപ്പിക്കാൻ പോകുന്നത്. 2 മണിക്കൂറുള്ള പരീക്ഷയാണ്. വെറും 50 ചോദ്യങ്ങളും 50 മാർക്കുള്ള ഒരു സബ്ജക്ട് ആണ്. MCQ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്, നമുക്കറിയാലേ. അപ്പോൾ ഈ 2 മണിക്കൂർ നമുക്ക് ധാരാളമാണ്. അപ്പൊ നമ്മൾ ഇതിൽ പ്രധാനമായിട്ട് ഇനി അറിഞ്ഞിരിക്കേണ്ടത് ജനറൽ ഇൻസ്ട്രക്ഷൻസ് ആണ്. ഇതും കൂടി അറിഞ്ഞതിന് ശേഷം വേണം നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട്. അതിലെന്താണ്, നമുക്കറിയൊക്കെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, കറക്റ്റ് ആൻസേഴ്സ് നമുക്ക് OMR ഷീറ്റിൽ മാർക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ അറ്റൻഡ് ചെയ്യുക എന്നുള്ളത് കമ്പൽസറി ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്താണ്, ഒരു ചാൻസ് എടുത്തിട്ട് റൈറ്റ് ആൻസർ അറിയില്ലെങ്കിൽ പോലും നമുക്ക് ജസ്റ്റ് പ്രഡിക്ട് ചെയ്തൊരു ഉത്തരം കൊടുക്കാം. പിന്നെ ഓരോ ക്വസ്റ്റ്യനും 1 മാർക്ക് ചെയ്ത്, അതായത് 50 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആണ് ഈ 50 ചോദ്യമുള്ള എൻവയോൺമെന്റൽ സ്റ്റഡീസ് എന്ന് പറയുന്നത്. പിന്നുള്ളത് എന്താണ്, ഈച്ച് ക്വസ്റ്റ്യൻ ഹാസ് 4 ഓൾട്ടർനേറ്റീവ്സ്. 4 ഓപ്ഷൻസ് ആണ് ഓരോ ചോദ്യത്തിലും ഉണ്ടാവുക. അതിലൊന്ന് റൈറ്റ് ആൻസർ ആയിരിക്കും. അതിന്റെ സീരിയൽ നമ്പർ ഏതാണോ കറക്റ്റ് സീരിയൽ നമ്പറുമായിട്ട് ചേർന്ന് നിൽക്കുന്നതാണ് നമ്മുടെ OMR ഷീറ്റിൽ നമ്മൾ മാർക്ക് ചെയ്യേണ്ടതായിട്ടുള്ളത്. ഓക്കെ, അതുപോലെ തന്നെ ഇഫ് യു ഫൈൻഡ് ദാറ്റ് നൺ ഓഫ് ദി ഗിവൺ ഓൾട്ടർനേറ്റീവ് ഇസ് കറക്റ്റ്, അതായത് ഒരു ക്വസ്റ്റ്യൻ തന്നു, അതിന് 4 ഓപ്ഷൻസും നിങ്ങൾക്ക് ശരി ഉത്തരമായി തോന്നില്ല അല്ലെങ്കിൽ തെറ്റാണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് 0 എന്ന് ആ കോളത്തിൽ അവിടെ മാർക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ അത് നിങ്ങളുടെ പ്രൊഡിക്ഷൻ കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് പോയിന്റ് നഷ്ടപ്പെടാനുള്ള സാധ്യതയില്ല. ഓക്കെ, അടുത്തത് ഡു നോട്ട് വേസ്റ്റ് ടൈം ഇൻ റീഡിംഗ് ദി ഹോൾ ക്വസ്റ്റ്യൻ പേപ്പർ. അതായത് നമുക്ക് ഒരുപാട് സമയമുണ്ട്. 2 മണിക്കൂർ എന്ന് പറയുമ്പോൾ 120 മിനിറ്റും 50 ചോദ്യങ്ങളേ ഉള്ളൂ എന്ന് കരുതി നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ 50 ചോദ്യങ്ങൾ ആദ്യം ഇരുന്ന് വായിച്ചു നോക്കി പിന്നെ ആൻസർ ചെയ്ത് തുടങ്ങേണ്ട കാര്യമില്ല. ഓരോ ക്വസ്റ്റ്യനും വായിക്കാം, അതിന്റെ ഉത്തരങ്ങൾ മാർക്ക് ചെയ്ത് പോവുക. ഇനിയിപ്പോ ഏതെങ്കിലും ക്വസ്റ്റ്യൻ വായിച്ചു അതിന്റെ ഉത്തരം നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ സ്കിപ്പ് ചെയ്ത് അടുത്തതിലേക്ക് പോവുക. എന്നിട്ട് അവസാനം നിങ്ങളുടെ ബാക്കി വരുന്ന സമയം എന്താണ്, നിങ്ങൾ മാർക്ക് ചെയ്യാത്ത ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് ഇടയിലുണ്ടെങ്കിൽ അതിന്റെ ശരി ഉത്തരം നിങ്ങൾക്ക് തോന്നുന്നതോ അല്ലെങ്കിൽ ഏകദേശം ഗസ് ചെയ്തിട്ടോ നിങ്ങൾക്ക് മാർക്ക് ചെയ്യാൻ സമയമുണ്ട്. അപ്പം അറിയുന്നത് മാക്സിമം പെട്ടെന്ന് തന്നെ മാർക്ക് ചെയ്ത് പോവുക. ബാക്കിയുള്ളതിന് പിന്നീടുള്ള സമയം ഉപയോഗിക്കുക എന്നുള്ളതാണ് പറയേണ്ടത്. ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളും കംപ്ലീറ്റ് ചെയ്തു. ഇനി നമ്മളുടെ ഈ 50 ചോദ്യങ്ങളിലേക്ക് നമ്മൾ കടക്കുകയാണ്. അതിൽ ആദ്യത്തെ ചോദ്യം എന്താണ്, എൻവയോൺമെന്റിന്റെ ഡെഫിനിഷൻ എന്താണെന്നാണ് ചോദിക്കുന്നത്. മനുഷ്യർക്ക് ഇടപെടാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു നാച്ചുറൽ സെറ്റിംഗ് ആണെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ സം ടോട്ടൽ ഓഫ് ലിവിങ് ആൻഡ് നോൺ ലിവിങ് കോമ്പണൻസ്, അത് ജീവനുള്ളതും ജീവനില്ലാത്തതുമായ എല്ലാം തന്നെ കൂടിക്കലർന്ന ഒരു കാര്യത്തെയാണ് എൻവയോൺമെന്റ് എന്ന് പറയുന്നതാണ് ഓപ്ഷൻ 2 പറയുന്നത്. പിന്നെ പറയുന്നതാണ് ആനിമൽസിനെയും പ്ലാന്റ്സിനെ കുറിച്ചുള്ള പഠനം. 4ാമത്തെ ഓപ്ഷൻ പറയുന്നു ഭൂമിയുടെ ജിയോളജിക്കൽ സ്ട്രക്ചറിനെ പറയുന്നതാണ്. അപ്പൊ നമുക്ക് കൃത്യമായിട്ട് അറിയാം എൻവയോൺമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്ഷൻ 2 ആണ്, ലിവിങ് ആൻഡ് നോൺ ലിവിങ് കോമ്പണൻസിന്റെ ഒരു സം ആണ് എന്നുള്ളത്. നമുക്കിനി ക്വസ്റ്റ്യൻ നമ്പർ 2ലേക്ക് വരാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ബെസ്റ്റ് ഡിസ്ക്രൈബ്സ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. ഇതിൽ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിനെ കൃത്യമായിട്ട് ഡിസ്കസ് ചെയ്യുന്ന ഏതാണ്? ഓക്കെ, ഡെവലപ്മെന്റ് വിത്തൗട്ട് എനി യൂസ് ഓഫ് നാച്ചുറൽ റിസോഴ്സ്. നാച്ചുറൽ റിസോഴ്സിന്റെ ഉപയോഗം ഇല്ലാതെ തന്നെ ഡെവലപ്മെന്റ്സ് ഉണ്ടാവുക. പിന്നെ പറയുന്നതാണ് ഇപ്പൊ ഇവിടെ ജീവിക്കുന്ന ജനറേഷൻസിന്റെ ആവശ്യങ്ങളെ കൃത്യമായിട്ട് നാച്ചുറൽ റിസോഴ്സുകൾ ഉപയോഗിച്ച് കൃത്യമായിട്ട് സാറ്റിസ്ഫൈ ചെയ്യും. എന്നാൽ ഭാവി തലമുറക്ക് ആവശ്യം വേണ്ട റിസോഴ്സുകളെ
എക്സ്പ്ലോയിറ്റ് ചെയ്ത് മുന്നോട്ട് പോയിക്കുന്നത്. പിന്നെയുള്ളത് എന്താണ്, എക്കണോമിക് ഗ്രോത്തിലാണ് കൃത്യമായിട്ട് ഫോക്കസ് ചെയ്യുന്നത്, അതിന്റെ ഡെവലപ്മെന്റിലാണ് ഫോക്കസ് ചെയ്യുന്നത്. പിന്നെ റാപ്പിഡ് വളരെ ഫാസ്റ്റ് നടക്കുന്ന ഇൻഡസ്ട്രിയലൈസേഷൻ അർബനൈസേഷൻ ആയിട്ട് ബന്ധപ്പെട്ടതാണ്. നമുക്കറിയാം സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഓപ്ഷൻ 2 ആണ് റൈറ്റ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 3 എന്താണ്, ദ ടേം എക്കോസിസ്റ്റം റെഫേഴ്സ് ടു. എക്കോസിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു ഏരിയയിലെ പ്ലാന്റ് ലൈഫ് മാത്രമാണോ, അല്ലെങ്കിൽ ദ കമ്മ്യൂണിറ്റി ഓഫ് ഓർഗാനിസംസ് ഇന്ററാക്ടിംഗ് വിത്ത് ഈച്ച് അതർ ആൻഡ് ദർ ഫിസിക്കൽ എൻവയോൺമെന്റ്. ജന്തുക്കൾ തമ്മിലുള്ള ഇന്ററാക്ഷനും അവരുടെ ഫിസിക്കൽ എൻവയോൺമെന്റുമാണോ, അല്ലെങ്കിൽ എന്താണ് ഒരു റീജിയന്റെ ക്ലൈമാറ്റിക് കണ്ടീഷൻ ആണോ, അല്ലെങ്കിൽ എന്താണ് ഫിസിക്കൽ എൻവയോൺമെന്റ് ഓഫ് എർത്ത് എന്നുള്ളതാണോ. എക്കോസിസ്റ്റം എന്ന് പറയുമ്പോൾ ഫിസിക്കൽ എൻവയോൺമെന്റ് മാത്രമല്ല, അവിടെ ജന്തുജാലങ്ങളും വരുന്നുണ്ട്, സോ അവരുടെ ഇന്ററാക്ഷൻ വരുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ഓപ്ഷൻ 2 തന്നെയാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. 4ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ദ മൾട്ടി ഡിസിപ്ലിനറി നേച്ചർ ഓഫ് എൻവയോൺമെന്റൽ സ്റ്റഡീസ് ഇംപ്ലൈസ് ദാറ്റ് ഇറ്റ്. അതായത് മൾട്ടി ഡിസിപ്ലിനറി നേച്ചർ ഓഫ് എൻവയോൺമെന്റൽ സ്റ്റഡീസ് പ്രധാനമായിട്ടും എന്തിൽ നിലനിൽക്കുന്നു, ബയോളജിക്കൽ ആസ്പെക്ട്സിൽ മാത്രമാണോ. ഓപ്ഷൻ 2 പറയുന്നത് എന്താണ്, സോഷ്യൽ, അതായത് സാമൂഹികപരമായിട്ടും രാഷ്ട്രീയപരമായിട്ടും സാമ്പത്തികപരമായിട്ടുള്ള ഡയമെൻഷൻസുമായിട്ട് ബന്ധപ്പെട്ടും നിൽക്കുന്നതാണെന്ന് പറയുന്നുണ്ട്. പിന്നെ പറയുന്നതാണ് എക്കോസിസ്റ്റത്തെ കുറിച്ചുള്ള വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സ്റ്റഡി ആണെന്ന് പറയുന്നു. പിന്നെ പറയുന്നതാണ് എൻവയോൺമെന്റൽ ലോ ആയിട്ട് ഡീൽ ചെയ്ത് നിൽക്കുന്ന ഒരു കാര്യമാണ് എന്നുള്ളത്. ഇവിടെ നമുക്ക് കൃത്യമാണ് മനസ്സിലാവും, മൾട്ടി ഡിസിപ്ലിനറി നേച്ചർ ഓഫ് എൻവയോൺമെന്റ് സ്റ്റഡീസ് ഇവിടെ പൊളിറ്റിക്കൽ ആയിട്ടുള്ള സാമൂഹികപരമായിട്ടുള്ള സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളെ കൂടി ഉൾക്കൊള്ളിക്കുന്നതാണ്. അതുകൊണ്ട് ഓപ്ഷൻ 2 ആണ് റൈറ്റ് ആൻസർ. 5ാമത്തെ ചോദ്യം എന്താണ്, വൈ ഇസ് ഇറ്റ് ഇമ്പോർട്ടന്റ് ടു സ്റ്റഡി ദി എൻവയോൺമെന്റ്. എൻവയോൺമെന്റിനെ പഠിക്കുന്നത് എന്തുകൊണ്ടാണ് ഇമ്പോർട്ടന്റ് ആവുന്നത്, നമുക്കൊരു ഡിഗ്രി കിട്ടാൻ വേണ്ടിയിട്ടാണോ. ഓപ്ഷൻ 1 അതാണ് പറയുന്നത്. പിന്നെ പറയുന്നതാണ് എൻവയോൺമെന്റൽ ഇഷ്യൂസിനെ കൃത്യമായിട്ട് സോൾവ് ചെയ്യാനുള്ള ഒരു നോളജ് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണോ, ടു പ്രൊമോട്ട് ഡീഫോറസ്റ്റേഷൻ, അതായത് വനനശീകരണത്തെ പ്രൊമോട്ട് ചെയ്യാനാണോ, അല്ലെങ്കിൽ എന്താണ് ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് വളരെ അമിതമായിട്ട് വർദ്ധിക്കുന്നതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണോ. നമുക്കറിയാം ഇവിടെ ഒരു പോസിറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കുന്നത് ആകെ ഓപ്ഷൻ 2 ആണ്. അത് തന്നെയാണ് സത്യം. എൻവയോൺമെന്റിൽ സംഭവിക്കുന്ന മോശമായിട്ടുള്ള കാര്യങ്ങളെ കൃത്യമായിട്ട് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നോളജ് ഉണ്ടാക്കിയെടുക്കുക. സോ ഓപ്ഷൻ 2 ഇസ് ദി റൈറ്റ് ആൻസർ. 6ാമത്തെ ചോദ്യം എന്താണ്, റിന്യൂവബിൾ റിസോഴ്സസ് ആർ ക്യാരക്ടറൈസ്ഡ് ബൈ. റിന്യൂവബിൾ റിസോഴ്സുകൾ എങ്ങനെയാണ്, അൺലിമിറ്റഡ് അവൈലബിലിറ്റി ആണോ ഒരു റിന്യൂവബിൾ റിസോഴ്സിനെ തീരുമാനിക്കുന്നത്, അല്ലെങ്കിൽ എബിലിറ്റി ടു റീജനറേറ്റ് നാച്ചുറലി ഓവർ ടൈം, അതായത് സമയങ്ങൾ എടുത്ത് നാച്ചുറലി തന്നെ വീണ്ടും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന, റീജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു എബിലിറ്റി ആണോ, അല്ലെങ്കിൽ മനുഷ്യന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതാണോ, അല്ലെങ്കിൽ ഭാവിയിൽ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വീണ്ടും ലഭിക്കാത്തൊരു അവസ്ഥയിലേക്ക് വരുന്നതാണോ. ഇവിടെ നമുക്ക് കൃത്യമായിട്ട് അറിയാം, നാച്ചുറലി തന്നെ റീജനറേറ്റ് ചെയ്യുന്ന ഒരു എബിലിറ്റി ആണ് ഇവിടെ റിന്യൂവബിൾ റിസോഴ്സസിന് ഉള്ളത്. അതുകൊണ്ട് ഓപ്ഷൻ 2 ആണ് റൈറ്റ് ആൻസർ. 7ാമത്തെ ചോദ്യം നോക്കാം, വിച്ച് സൈക്കിൾ ഈസ് റെസ്പോൺസിബിൾ ഫോർ ദി മൂവ്മെന്റ് ഓഫ് വാട്ടർ ഇൻ ദി എൻവയോൺമെന്റ്. ഇവിടെ എൻവയോൺമെന്റില് വാട്ടറിന്റെ മൂവ്മെന്റിൽ ഒരു സൈക്കിളിന്റെ ഭാഗമായിട്ട്, വാട്ടർ സൈക്കിൾ നമ്മൾ ബേസിക്കലി പറയും, അതിന്റെ ഭാഗമായിട്ടാണ് വാട്ടറിന്റെ പല ഖര, ദ്രാവക, വാതക ഫോമില് പലതിലും സോളിഡ്, ലിക്വിഡ്, അതുപോലെ ഗ്യാസ് സ്റ്റേറ്റിൽ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും വാട്ടറിന്റെ മൂവ്. അത് നമ്മൾ കാർബൺ സൈക്കിൾ എന്നാണോ, ഹൈഡ്രോളജിക്കൽ സൈക്കിൾ എന്നാണോ, നൈട്രജൻ സൈക്കിൾ ആണോ, ഫോസ്ഫറസ് സൈക്കിൾ ആണോ വിളിക്കുക. വാട്ടറുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നത് അത് ഹൈഡ്രോളജിക്കൽ ആണ്. സോ ഓപ്ഷൻ 2 മാത്രമാണ് ഇവിടെ റൈറ്റ് ആൻസർ, ഹൈഡ്രോളജിക്കൽ സൈക്കിൾ. ഓക്കെ, അടുത്തത് നമുക്ക് 8ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ലാൻഡ് ഡീഗ്രഡേഷൻ ക്യാൻ ബി കോസ്ഡ് ബൈ, അതായത് ഒരു ലാൻഡ് നശിക്കുന്നതിന് കാരണമാകുന്ന കാര്യം 4 ഓപ്ഷൻസിൽ എന്താണ്, പ്രോപ്പർ ലാൻഡ് യൂസ് പ്ലാനിങ്, അത് കൃത്യമായിട്ട് ഭൂമിയെ ഉപയോഗിക്കുന്നതിന് കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങിലോട് മുന്നോട്ട് പോവുക, ശാസ്ത്രീയപരമായിട്ടുള്ള പ്ലാനിങ്സ് ആവാം. പിന്നെ ഓപ്ഷൻ 2 പറയുന്നത് ഡീഫോറസ്റ്റേഷൻ ആൻഡ് ഓവർ ഗ്രേസിംഗ്, അതായത് വനനശീകരണവും കന്നുകാലികൾ അല്ലെങ്കിൽ പുല്ല് തിന്നുന്ന ജന്തുക്കൾ കൂടുതൽ പുല്ലുകൾ തിന്ന് ആ ഒരു പ്രദേശത്തിന്റെ ക്വാളിറ്റി നഷ്ടപ്പെടുത്തും, സോയിലിന്റെ ക്വാളിറ്റി നഷ്ടപ്പെടുത്തും. പിന്നെ അഫോറസ്റ്റേഷൻ, മരങ്ങൾ നട്ടു വളർത്തുന്നത്. പിന്നെ സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ, വളരെ സസ്റ്റൈനബിൾ ആയിട്ട് മുന്നോട്ട് പോകുന്ന അഗ്രികൾച്ചർ, ഭാവിക്കും കൂടി ഉപകാരപ്രദമാകുന്ന രീതിയിലുള്ള അഗ്രികൾച്ചർ. ഇവിടെ ലാൻഡ് ഡിഗ്രഡേഷന് കാരണം വന്നത് വനനശീകരണവും പുല്ലുകളും മൊത്തം, ഗ്രാസുകളും മൊത്തം തിന്ന് നശിപ്പിക്കുന്നതാണ്. അത് ആ മണ്ണിന്റെ നിലനിൽപ്പിനും അതിന്റെ ക്വാളിറ്റി ഒക്കെ തന്നെ മോശമായി ബാധിക്കുന്നു. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ 2 ആണ് 8ാമത്തെ ചോദ്യത്തിന്റെ റൈറ്റ് ആൻസർ. 9ാം ചോദ്യം നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് എ കോൺസിക്വൻസ് ഓഫ് ഡീഫോറസ്റ്റേഷൻ. താഴെ കൊടുത്തതിൽ ഡീഫോറസ്റ്റേഷന്റെ ഒരു ആഫ്റ്റർ എഫക്ട് എന്താണ്? ഓക്സിജൻ പ്രൊഡക്ഷൻ കൂടുന്നു, സോയിൽ ഇറോഷൻ മണ്ണൊലിപ്പ് കുറയുന്നു, ബയോഡൈവേഴ്സിറ്റി നശിക്കുന്നു, അതുപോലെ വാട്ടർ റിട്ടൻഷൻ ഇൻ സോയിൽ, അതായത് വെള്ളം കൂടുതൽ സോയിലിൽ നിലനിർത്താൻ കഴിയുന്ന ഒരു കപ്പാസിറ്റി. നമുക്കറിയാം ബയോഡൈവേഴ്സിറ്റി നശിക്കുക എന്നുള്ളതാണ് ഇവിടെ ഒരു നെഗറ്റീവ് കാര്യം. അപ്പൊ ഡീഫോറസ്റ്റേഷനിലൂടെ നെഗറ്റീവ് കോൺസിക്വൻസ് ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ 3 ആയിട്ടുള്ള ലോസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി ആണ് റൈറ്റ് ആൻസർ. 10ാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ, ദ വെസ്റ്റേൺ ഗട്ട്സ് ആർ നോൺ ഫോർ ദെയർ അവരുടെ ഡെസേർട്ട് എക്കോസിസ്റ്റം ആണോ, മരുഭൂമിയാണോ അവിടെ ഉള്ളത്, ഗ്രാസ് ലാൻഡ് എക്കോസിസ്റ്റം ആണോ, അല്ലെങ്കിൽ ഹൈ ബയോഡൈവേഴ്സിറ്റി ആൻഡ് എൻഡമിസം കൊണ്ടാണോ, അർബൻ ഡെവലപ്മെന്റ് കൊണ്ടാണോ? നമുക്കറിയാം വെസ്റ്റേൺ ഗട്ട്സ് വളരെയധികം പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഏരിയ ആണ്. ഒരുപാട് ജന്തുജാലങ്ങൾ, ഒരുപാട് എൻഡമിക് ആയിട്ടുള്ള
യുണീക്ക് ആയിട്ടുള്ള ആനിമൽസ് സ്പീഷീസ് ഉള്ളത് കൊണ്ട് തന്നെ, അതുപോലെ തന്നെ വളരെ ഹെവി ബയോഡൈവേഴ്സിറ്റി ഉള്ളത് കൊണ്ടുമാണ് വെസ്റ്റേൺ ഗട്ട്സ് വളരെയധികം ഫേമസ് ആയിട്ട് അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ 3 ആണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. 11ാം ചോദ്യത്തിലേക്ക് വരാം. വാട്ട് ഈസ് ദ മെയിൻ കോസ് ഓഫ് ഗ്ലോബൽ വാർമിംഗ്? ഗ്ലോബൽ വാർമിംഗിന്റെ നമ്മുടെ അന്തരീക്ഷം മുഴുവനായിട്ട് കൂടുതൽ ചൂട് പിടിക്കുന്നതിന്റെ പ്രധാന കാരണം ഇൻക്രീസ്ഡ് ഫോറസ്റ്റ് കവർ, കൂടുതൽ കാടിന്റെ അവൈലബിലിറ്റി ആണോ, എമിഷൻ ഓഫ് ഗ്രീൻ ഹൗസ് ഗ്യാസസ്, ഗ്രീൻ ഹൗസ് ഗ്യാസുകൾ കൂടുതൽ എമിറ്റ് ചെയ്യുന്നത് കൊണ്ടാണോ, അല്ലെങ്കിൽ എന്താണ് ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റീസ് കുറയുന്നതാണോ, അല്ലെങ്കിൽ റിന്യൂവബിൾ എനർജി കൂടുതൽ ഉപയോഗിക്കുന്നുണ്ടാണോ? റിന്യൂവബിൾ എന്ന് പറഞ്ഞാൽ വീണ്ടും എന്താണ് റീജനറേറ്റ് ചെയ്യാൻ പറ്റുന്നത്. നമുക്കറിയാം ഗ്രീൻ ഹൗസ് ഗ്യാസുകളുടെ എമിഷൻ ആണ് ഗ്ലോബൽ വാർമിംഗിന് കാരണമാണ്. അതുകൊണ്ട് ഓപ്ഷൻ 2 ആണ് 11ാമത്തെ ചോദ്യത്തിന്റെ റൈറ്റ് ആൻസർ. 12ാം ചോദ്യം എന്താണ്? വിച്ച് ലെയർ ഓഫ് ദി അറ്റ്മോസ്ഫിയർ കണ്ടെയ്ൻസ് ദ ഓസോൺ ലെയർ? ട്രോപ്പോസ്ഫിയർ, ഏറ്റവും ഭൂമിയുടെ ലാൻഡ് ഏരിയയുമായിട്ട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന എന്താണ് അറ്റ്മോസ്ഫിയറിന്റെ ഒരു ലെയർ ആണ് ട്രോപ്പോസ്ഫിയർ. അതിന് മുകളിൽ സ്ട്രാറ്റോസ്ഫിയർ, പിന്നെ മെസോസ്ഫിയർ, പിന്നെ തെർമോസ്ഫിയർ. ആ ഓർഡറിൽ തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതിൽ നമ്മുടെ ഓസോൺ ലെയർ വരുന്നത് 2ാമത്തെ ലെയർ ആയിട്ടുള്ള സ്ട്രാറ്റോസ്ഫിയറിലാണ്. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ 2. നമുക്കിനി 13ാം ചോദ്യത്തിലേക്ക് വരാം. ആസിഡ് റെയിൻ ഈസ് പ്രൈമർലി കോസ്ഡ് ബൈ എമിഷൻ ഓഫ്, അതായത് ആസിഡ് റെയിൻ പ്രധാനമായിട്ടും സംഭവിക്കുന്നത് എന്ത് കാരണത്താലാണ്? കാർബൺ ഡൈ ഓക്സൈഡ് ഉള്ളത് കൊണ്ടാണോ അന്തരീക്ഷത്തിൽ? മീഥൈൻ ഉള്ളത് കൊണ്ടാണോ? സൾഫർ ഡയോക്സൈഡും നൈട്രജൻ ഓക്സൈഡ്സും കൂടി ചേർന്നുണ്ടാകുന്ന ഒരു പ്രതിഭാസത്താലാണോ, അല്ലെങ്കിൽ ക്ലോറോ ഫ്ലൂറോ കാർബൺസ് കാരണമാണോ? ആസിഡ് റെയിന്റെ പ്രധാന കാരണം സൾഫർ ഡയോക്സൈഡ് ആൻഡ് നൈട്രജൻ ഓക്സൈഡ്സ് ആണെന്നുള്ളത് മനസ്സിലാക്കുക. സോ ഓപ്ഷൻ 3 ഈസ് ദി റൈറ്റ് ആൻസർ. 14ാം ചോദ്യത്തിലേക്ക് വരാം. ബയോളജിക്കൽ ഇൻവേഷൻ റെഫേഴ്സ് ടു, അതായത് ബയോളജിക്കലി ഒരു പ്രദേശത്തേക്ക് ഒരു ഇൻവേഷൻ, ഒരു കടന്നുകയറ്റം ഉണ്ടാകുന്നതിന് നമുക്ക് എങ്ങനെ റെഫർ ചെയ്യാം? ന്യൂ ടെക്നോളജീസ് ഒരു പ്രദേശത്തേക്ക് കടന്നു വരുന്നതാണോ, അല്ലെങ്കിൽ ഒരു പ്രദേശത്തിന്റെ നോൺ നേറ്റീവ് ആയിട്ടുള്ള ആ പ്രദേശത്ത് ഇൻഡിജീനസ് ആയിട്ടല്ലാത്ത, അല്ലെങ്കിൽ കാലാകാലങ്ങളായിട്ട് ആ പ്രദേശത്ത് ഒരു ലോക്കൽ ജന്തു അല്ലാതെ പുതുതായിട്ടൊന്ന് ഒരു പുതു പ്രദേശത്തേക്ക് കടന്നു വരുന്ന, ഒരു പുതിയ എക്കോസിസ്റ്റത്തിലേക്ക് കടന്നു വരുന്നതാണോ? കൺസർവേഷൻ ഓഫ് ഇൻഡിജിനസ് സ്പീഷീസ്, അതായത് ഒരു പ്രദേശത്ത് ലോക്കലായിട്ട് സ്ഥിരമായിട്ടുണ്ടാകുന്ന നേറ്റീവ് സ്പീഷീസിന്റെ കൺസർവേഷൻ ആണോ, അല്ലെങ്കിൽ റീ ഇൻട്രൊഡക്ഷൻ ഓഫ് എക്സ്റ്റിങ്ക്ട് സ്പീഷീസ്, അതായത് പണ്ട് നാമാവശേഷമായി പോയ ഡോഡോ പോലുള്ള ജന്തുക്കളൊക്കെ അവയെ വീണ്ടും ഒരു എക്കോസിസ്റ്റത്തിലേക്ക് റീഇൻവെന്റ് ചെയ്യുന്നതാണോ? ഇവിടെ ബയോളജിക്കൽ ഇൻവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു പുതിയ ജന്തു, അല്ലെങ്കിൽ ഒരു ജന്തു, പുതിയ ജന്തു എന്നില്ല, ഒരു ജന്തു അതിനൊട്ടും പരിചയമല്ലാത്ത, അല്ലെങ്കിൽ അത് ഇതിനു മുൻപ് വന്നിട്ടില്ലാത്ത ഒരു പുതിയ എക്കോസിസ്റ്റത്തിലേക്ക് കടന്നു വരുന്നതാണ്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ 2 ആണ് റൈറ്റ് ആൻസർ. അപ്പൊ ബയോളജിക്കൽ ഇൻവേഷൻ പലപ്പോഴും ആ എക്കോസിസ്റ്റത്തിന്റെ സ്റ്റെബിലിറ്റിയെ താറുമാറാക്കാൻ സാധ്യത ഉണ്ടെന്ന് കൂടി മനസ്സിലാക്കുക. ഓപ്ഷൻ 2 ആണ് റൈറ്റ് ആൻസർ. 15ാം ചോദ്യത്തിലേക്ക് വരാം. വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട്സ്? ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട്സിന്റെ പ്രധാനപ്പെട്ട, അങ്ങനെയാണ് നമ്മൾ ബയോ ഹോട്ട്സ്പോട്ട്സിനെ തീരുമാനിക്കുന്നത്. ഇന്ത്യയിൽ 4ഓളം ഹോട്ട്സ്പോട്ട്സ് ഉണ്ട്. ലോകത്ത് ഏകദേശം 36ഓളം ഹോട്ട്സ്പോട്ട്സ് ആണ് ഉള്ളത്. ഓക്കെ. ഏരിയാസ് വിത്ത് ലോ സ്പീഷീസ് ഡൈവേഴ്സിറ്റി, കുറഞ്ഞ സ്പീഷീസ് ഡൈവേഴ്സിറ്റി ഉള്ള ഒരു പ്രദേശമായതുകൊണ്ടാണോ, അല്ലെങ്കിൽ ഹൈ നമ്പർ ഓഫ് എൻഡമിക് സ്പീഷീസ് റീജിയൻ, അതായത് എൻഡമിക് സ്പീഷീസ് എന്ന് പറഞ്ഞാൽ ലോകത്തിന്റെ ഏതെങ്കിലും ഒരു ഏരിയയിൽ മാത്രമേ അതിനെ കാണാൻ സാധിക്കുള്ളൂ, മറ്റെവിടെയും കാണാൻ സാധിക്കില്ല. ഇപ്പോ വരയാട് എന്ന് പറയുന്ന ജന്തു നമുക്ക് വെസ്റ്റേൺ ഗട്ട്സിൽ മാത്രമല്ലാതെ ലോകത്തിന് മറ്റെവിടെയും കാണാൻ സാധിക്കില്ല. ഇങ്ങനെയുള്ള എൻഡമിക് സ്പീഷീസ് ആണോ കാരണം? അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റി ഏറ്റവും കൂടുതൽ നടക്കുന്ന പ്രദേശമാണോ, അല്ലെങ്കിൽ വളരെ അർബനൈസേഷൻ ഉള്ള ഒരു പ്രദേശമാണോ? നമുക്കറിയാം ബയോളജിക്കൽ ഹോട്ട്സ്പോട്ട്സ് വളരെയധികം പ്രൊട്ടക്ട് ചെയ്യപ്പെടേണ്ട പ്രദേശമാണ്. നാച്ചുറലി അത്രയും നല്ലൊരു എക്കോസിസ്റ്റമായി നിൽക്കുന്നതാണ്. ഒരുപാട് എൻഡമിക് സ്വഭാവം ഉള്ളത് കൊണ്ട് തന്നെ ഓപ്ഷൻ 2 ആണ് 15ാം ചോദ്യത്തിന്റെ ഉത്തരം എന്ന് പറയുന്നത്. ഓക്കെ അല്ലെ? നമുക്ക് 16ാം ചോദ്യത്തിലേക്ക് വരാം. ദ എയർ പ്രിവെൻഷൻ കൺട്രോൾ ഓഫ് പൊല്യൂഷൻ ആക്ട് എനാക്ട് ചെയ്തത് ഏത് വർഷമാണ്? 1974 പറയുന്നുണ്ട്, 1981, 1986, 1991. ഇവിടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് 1981, അതായത് ഓപ്ഷൻ 2 ആണ് റൈറ്റ് ആൻസർ. മറന്നു പോകാതിരിക്കുക. എയർ ആക്ട് അല്ലെങ്കിൽ എയർ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് പൊല്യൂഷൻ ആക്ട് എന്ന് പറയുന്നത് 1981. 17ാം ചോദ്യത്തിലേക്ക് വരാം. ദ പ്രിൻസിപ്പിൾ ഓഫ് എൻവയോൺമെന്റൽ ജസ്റ്റിസ് എൻഷുവേഴ്സ് ദാറ്റ്. അപ്പൊ എൻവയോൺമെന്റൽ ജസ്റ്റിസിന്റെ പ്രിൻസിപ്പിൾ എന്താണ് പറയുന്നത്? ഇൻഡസ്ട്രിയലിസ്റ്റ് നാഷൻസ് മാത്രമേ എൻവയോൺമെന്റൽ ഇഷ്യൂസിനെ അഡ്രസ് ചെയ്യുന്നുള്ളൂ എന്നുള്ളതാണോ, അല്ലെങ്കിൽ ഓരോ ഇൻഡിവിജ്വലിനും ഈ എൻവയോൺമെന്റിനെ ക്ലീൻ ആയിട്ട് നിലനിർത്തുന്നതിന് ബാധ്യത ഉണ്ട്, നമ്മൾ ഓരോ മനുഷ്യനും ബാധ്യത ഉണ്ടെന്ന് പറയുന്നതാണോ, അല്ലെങ്കിൽ കടമയുണ്ടെന്ന് പറയുന്നതാണോ, അല്ലെങ്കിൽ എന്താണ് എൻവയോൺമെന്റൽ ലോസ് എൻഫോഴ്സ് ചെയ്യുന്നത് നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻസ് ആണെന്ന് പറയുന്നതാണോ, അല്ലെങ്കിൽ റൂറൽ ഏരിയാസിൽ പൊല്യൂഷൻ നമുക്ക് സംഭവിക്കുന്നത് കുഴപ്പമില്ല എന്ന് പറയുന്നത്? വളരെ വിയേർഡ് ആയിട്ടുള്ള ഓപ്ഷൻസ് വരെ ഉണ്ട്. റൈറ്റ് ആൻസർ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് അറിയാം. ഓരോ ഹ്യൂമൻ ബീയിങ്ങും ഈ എൻവയോൺമെന്റ് ക്ലീൻ ആയിട്ട് നിലനിർത്തുന്നതിന് റെസ്പോൺസിബിൾ ആണ്. അതിനാൽ തന്നെ 17ാം ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ 2 ആണ്. 18ാം ചോദ്യം നോക്കാം. വിച്ച് നാച്ചുറൽ ഡിസാസ്റ്റർ ഇസ് കോമൺലി അസോസിയേറ്റഡ് വിത്ത് കോസ്റ്റൽ ഏരിയാസ്? ഇക്കൂട്ടത്തില് ഏത് പ്രദേശമാണ്,
അല്ലെങ്കിൽ ഇതിൽ ഏത് നാച്ചുറൽ ഡിസാസ്റ്റർ ആണ് കോസ്റ്റൽ റീജിയൻസ്, കടലോര പ്രദേശങ്ങളെ ഏറ്റവും അമിതമായിട്ട് ബാധിക്കാൻ സാധ്യതയുള്ളത്? ഭൂമികുലുക്കം ഉണ്ട്, സുനാമി ഉണ്ട്, അതുപോലെ തന്നെ എന്താണ് ചുഴലിക്കാറ്റുകൾ അല്ലെങ്കിൽ കൊടുങ്കാറ്റുകൾ ഉണ്ട്, വോൾക്കാനിക് എറപ്ഷൻസ്, അതായത് എന്താണ് അഗ്നിപർവ്വത സ്ഫോടനമുണ്ട്. കടലുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ ഓഫ് കോഴ്സ് അത് സുനാമി തന്നെയായിരിക്കും, വലിയ തിരമാലകൾ കരയെ വിഴുങ്ങുന്നത് തന്നെയായിരിക്കും. ബട്ട് അതിന്റെ കാരണം പലപ്പോഴും ക്വക്സ് ആവാം, ടൊർണാഡോസ് കടലിൽ രൂപപ്പെടുന്നതാവാം, ഇല്ലെങ്കിൽ വോൾക്കാനിക് എറപ്ഷൻസ് കടലിൽ സംഭവിക്കുമ്പോഴൊക്കെ സുനാമി സംഭവിക്കാറുണ്ട്. ബട്ട് ഒരു കോസ്റ്റൽ റീജിയനെ അത് ബാധിക്കുന്നത് സുനാമിയുടെ രൂപത്തിലായിരിക്കും. സോ ഓപ്ഷൻ 2 is the right answer. 19ാം ചോദ്യം എന്താണ്? ചിപ്കോ മൂവ്മെന്റ് അസോസിയേറ്റഡ് വിത്ത് എന്ത് എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷന്റെ ഭാഗമായിട്ടാണ്? ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ആണോ, കൺസർവേഷൻ ഓഫ് ഫോറസ്റ്റ് ആയിരുന്നോ, അർബൻ പ്ലാനിംഗ് ആയിരുന്നോ, മൈനിങ് ആക്ടിവിറ്റീസ് ആയിരുന്നു? ഞാൻ ക്വസ്റ്റ്യൻസ് തന്നെ പറഞ്ഞതുപോലെ തന്നെ മരങ്ങളെ കൺസർവ് ചെയ്യുക, ഫോറസ്റ്റിനെ കൺസർവ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് ചിപ്കോ മൂവ്മെന്റ് ഇന്ത്യയുടെ പല പ്രദേശങ്ങളും, പ്രധാനമായിട്ടും ബംഗാൾ പോലുള്ള പ്രദേശങ്ങളിലാണ് തുടങ്ങിയത്. സ്ത്രീകളായിരുന്നു അതിന് പ്രധാനമായിട്ടും ഇറങ്ങി തിരിച്ചിട്ടുണ്ടായിരുന്നത്. ഒരുപാട് റിനൗണ്ട് വ്യക്തികൾ ഇതിന് സപ്പോർട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. മരങ്ങളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് മരം വെട്ടാൻ വരുന്നവരെ തടയുന്ന രീതിയിലുള്ള ഒരു നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് എന്ന് പറയാവുന്ന ഒരു മൂവ്മെന്റ് ആയിരുന്നു. വളരെയധികം ചരിത്ര പ്രാധാന്യം ഉള്ളതാണ്. പിന്നീട് അത് സൗത്ത് ഇന്ത്യയിലേക്കൊക്കെ ബാധിച്ചിട്ടുണ്ട്. ഓക്കെ, സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ 2. 20ാം ചോദ്യം നോക്കാം. വിച്ച് ഇന്റർനാഷണൽ അഗ്രിമെന്റ് ഫോക്കസ് ഓൺ റിഡ്യൂസിംഗ് ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻസ്? അതായത് ഇതിൽ ഏത് ഇന്റർനാഷണൽ അഗ്രിമെന്റ് ആണ് ഗ്രീൻ ഹൗസ് ഗ്യാസുകളുടെ എമിഷൻ നമ്മുടെ ഭൂമിയിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ മനുഷ്യരുടെ ആക്ടിവിറ്റി കാരണം ഗ്രീൻ ഹൗസ് ഗ്യാസുകൾ അന്തരീക്ഷത്തിലേക്ക് എമിറ്റ് ചെയ്യുന്നതിന്റെ അളവ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് നടത്തപ്പെട്ടുള്ളത്? മോൺട്രിയൽ പ്രോട്ടോകോൾ ഉണ്ട്, ക്യോട്ടോ പ്രോട്ടോകോൾ ഉണ്ട് ജപ്പാനിൽ വെച്ചിട്ട്, ബേസൽ കൺവെൻഷൻ ഉണ്ട്, സ്റ്റോക്ക്ഹോം കൺവെൻഷൻ ഉണ്ട്. അപ്പൊ നമുക്കറിയാം ക്യോട്ടോ പ്രോട്ടോകോൾ ആണ് റൈറ്റ് ആൻസർ. നമ്മൾ മുൻപ് ഒരുപാട് നിങ്ങളൊക്കെ പഠിച്ചിട്ടുള്ള ഒരുപാട് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസിലൊക്കെ റിപ്പീറ്റഡ് ആയി വന്ന ചോദ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം തന്നെയാണിത്. ക്യോട്ടോ പ്രോട്ടോകോൾ ഓപ്ഷൻ 2 ആണ് 20ാമത്തെ ചോദ്യത്തിന്റെ റൈറ്റ് ആൻസർ. 21ാം ചോദ്യത്തിലേക്ക് വരാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് കൺട്രീസ് ഹാസ് ദി ലാർജസ്റ്റ് ഫോറസ്റ്റ് ഏരിയ? ഇന്ന് ഭൂമിയിലുള്ള രാജ്യങ്ങൾ ഏറ്റവും കൂടുതൽ ഫോറസ്റ്റ് ഏരിയകൾ, വനപ്രദേശം ഏറ്റവും കൂടുതലുള്ളത് അളവ് വെച്ച് നോക്കുമ്പോൾ ഏത് രാജ്യത്തിനാണ്? ബ്രസീൽ, കാനഡ, റഷ്യ, ഇന്ത്യ. ഇതില് നമുക്കറിയാം ആമസോൺ ഫോറസ്റ്റ് ഉള്ളത് ബ്രസീലിലാണ് അല്ലെ. ആമസോൺ ഫോറസ്റ്റിന്റെ വലിയ ഭാഗവും ബ്രസീലാണ്. എന്നിരുന്നാലും ലോകത്ത് ഏറ്റവും കൂടുതൽ വനമേഖല ഉള്ളത് റഷ്യയിലാണ്. ലോകത്തെ ഏറ്റവും വലിയ രാജ്യം കൂടിയാണ് റഷ്യ. ഓപ്ഷൻ 3 ആണ് റൈറ്റ് ആൻസർ. റഷ്യയാണ് 1ാം സ്ഥാനത്തുള്ളത്, സെക്കൻഡ് ബ്രസീൽ, ഫിഫ്ത് കാനഡ വരുന്നുണ്ട്, 10ാം സ്ഥാനത്താണ് നമ്മുടെ ഇന്ത്യ വരുന്നത്. ഓക്കെ അല്ലെ. നമുക്ക് 22ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. വാട്ട് പെർസെന്റേജ് ഓഫ് ദി എർത്ത് സർഫസ് ഇസ് കവേർഡ് ബൈ ഓഷ്യൻസ്? ഭൂമിയുടെ സർഫസിൽ എത്ര പെർസെന്റേജ് ഓഫ് ഓഷ്യൻ അല്ലെങ്കിൽ കടൽ വെള്ളം ഉണ്ടെന്നാണ് ചോദിക്കുന്നത്. 50, 60, 70, 80% കൊടുത്തിട്ടുണ്ട്. നമുക്ക് കൃത്യമായിട്ട് അറിയാം 70% കടലും 30% കരയുമാണ്. ഒരു ഏകദേശ കണക്ക് വെച്ചിട്ട് നമ്മൾ പറയുമ്പോൾ 22ാമത്തെ ചോദ്യത്തിന് ഉത്തരം 70%. അടുത്തത് 23ാമത്തെ ചോദ്യമാണ്. UNFCCCയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. UNFCCC അഥവാ യുണൈറ്റഡ് നേഷൻസ് ഫ്രെയിംവർക്ക് കൺവെൻഷൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്. ഇതിന്റെ പ്രധാന ഒബ്ജക്റ്റീവ് എന്തായിരുന്നു എന്നുള്ളതാണ്. എക്കണോമിക് ഡെവലപ്മെന്റ്, സാമ്പത്തികമായിട്ടുള്ള ഉന്നമനം കൂട്ടുകയാണോ, അല്ലെങ്കിൽ ഗ്രീൻ ഹൗസ് ഗ്യാസുകളുടെ കോൺസെൻട്രേഷനെ മാക്സിമം കുറച്ച് സ്റ്റെബിലൈസ് ചെയ്യുക എന്നുള്ളതാണോ, അർബനൈസേഷൻ പ്രോജക്റ്റുകളെ കൂടുതൽ സപ്പോർട്ട് ചെയ്യുക, അല്ലെങ്കിൽ ടെക്നോളജിക്കൽ ഇന്നോവേഷൻസ് കൂടുതൽ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണോ? ഇതില് കൃത്യമായിട്ട് നമ്മൾ ചരിത്രപരമായിട്ട് കൂടെ മനസ്സിലാക്കുകയാണെങ്കിൽ ജനറൽ നോളജ് കൂടെയാണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. ഗ്രീൻ ഹൗസ് ഗ്യാസിന്റെ കോൺസെൻട്രേഷൻ, വളരെയധികം ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷനെ ഈ നമ്മുടെ ഭൂമിയിൽ നടക്കുന്നതിന്റെ ഭാഗമായിട്ട് അതിനെ ഒന്ന് കൺട്രോൾ ചെയ്ത് കുറച്ച് കൊണ്ടുവരിക എന്നുള്ളൊരു കാര്യമായിട്ട് മുൻനിർത്തിക്കൊണ്ടാണ് നമ്മുടെ യുണൈറ്റഡ് നേഷൻസ് ഈ ഒരു UNFCCC മുന്നോട്ട് കൊണ്ടുവന്നുള്ളത്. സോ റൈറ്റ് ആൻസർ ഓപ്ഷൻ 2 ആണ്. 24ാം ചോദ്യം. വിച്ച് ഗ്യാസ് ഈസ് പ്രൈമർലി റെസ്പോൺസിബിൾ ഫോർ ദ ഡിപ്ലീഷൻ ഓഫ് ഓസോൺ ലെയർ? ഓസോൺ ലെയറിന്റെ ഡിപ്ലീഷന് പ്രധാനമായിട്ടും കാരണമാകുന്ന ഗ്യാസ് ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ്, CO2 ഉണ്ട്, മീഥേൻ ഉണ്ട്, ക്ലോറോ ഫ്ലൂറോ കാർബൺസ് ഉണ്ട്, നൈട്രസ് ഓക്സൈഡ് ഉണ്ട്. നമുക്കറിയാം പ്രധാനമായിട്ടും റെഫ്രിജറേറ്റേഴ്സ്, AC എന്നൊക്കെ പ്രൊവൈഡ് ചെയ്യപ്പെടുന്ന ക്ലോറോ ഫ്ലൂറോ കാർബൺസ് ആണ് പ്രധാനമായിട്ടും നമ്മുടെ ഓസോൺ പാളിക്ക് വിള്ളലേൽക്കുന്നതിന് പ്രധാന കാരണമായിട്ടുള്ളത്. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ 3. 25ാം ചോദ്യം. ദ ടേം ബയോസെൻട്രിസം റെഫേഴ്സ് ടു? ബയോസെൻട്രിസം എന്ന് പറയുന്നത് ഹ്യൂമൻ സെന്റേർഡ് എൻവയോൺമെന്റൽ എത്തിക്സ് ആണോ, അല്ലെങ്കിൽ നേച്ചർ സെന്റേർഡ് എൻവയോൺമെന്റൽ എത്തിക്സ് ആണോ, ടെക്നോളജി സെന്റേർഡ് ആണോ, അല്ലെങ്കിൽ എക്കണോമി സെന്റേർഡ് ആണോ? അതില് മനുഷ്യരുമായിട്ട് ബന്ധപ്പെട്ടുന്നുണ്ട്, പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നു, ടെക്നോളജിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നു, സാമ്പത്തികപരമായിട്ടുള്ള കാര്യമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നു. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ബയോ എന്നുള്ള വാക്ക് തന്നെ വരുമ്പോൾ നമുക്കറിയാം അത് നേച്ചറുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കും. സോ നേച്ചർ സെന്റേർഡ് എൻവയോൺമെന്റൽ എത്തിക്സ് അഥവാ ഓപ്ഷൻ 2 ആണ് റൈറ്റ് ആൻസർ. 26ാം ചോദ്യത്തിലേക്ക് കടക്കാം. ദ പ്രൈമറി സോഴ്സ് ഓഫ് എനർജി ഫോർ ദി എർത്ത് ഈസ്? അപ്പൊ എർത്തിലേക്കുള്ള പ്രധാനപ്പെട്ട എനർജി സോഴ്സ് എന്താണ്? വിൻഡ് എനർജി, കാറ്റിൽ നിന്ന്
ലഭിക്കുന്ന എനർജിയാണോ, സോളാർ എനർജി സൺലൈറ്റിൽ നിന്ന് ലഭിക്കുന്നതാണോ, ജിയോ തെർമൽ ഭൂമിയുടെ ഉള്ളിൽ നിന്നും ലഭിക്കുന്ന ഗ്യാസുകളിൽ നിന്നും പ്രൊവൈഡ് ചെയ്യപ്പെടുന്ന എനർജിയാണോ, അല്ലെങ്കിൽ ന്യൂക്ലിയർ എനർജി ആണോ, ന്യൂക്ലിയർ എന്താണ് ഒരു ഫ്യൂഷൻ വഴി ലഭിക്കുന്നതാണോ, അത് നാച്ചുറൽ ആയിട്ടും ചിലപ്പോൾ ഉണ്ടാവാം, മാൻമെയ്ഡ് ആയിട്ടും ഉണ്ടാവും. റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് സോളാർ എനർജിയാണ്. നമുക്കറിയാം ഭൂമി സത്യമായിട്ടും നിലനിന്ന് പോകുന്നത് ആവശ്യത്തിന് സൺലൈറ്റ് ഭൂമിക്ക് ലഭിക്കുന്നതുകൊണ്ടാണ്. സിമ്പിൾ ചോദ്യമാണ് അല്ലെ. ഓപ്ഷൻ 2 ആണ് റൈറ്റ് ആൻസർ. പ്രത്യേകിച്ചും നമ്മുടെ പ്ലാന്റ്സ്, നമ്മുടെ ശരീരം വരെ പ്രവർത്തിക്കുന്നതിന് സോളാർ എനർജി വളരെ ഇമ്പോർട്ടന്റ് ആണ്. 27ാം ചോദ്യം, ആമസോൺ ഫോറസ്റ്റ് ഈസ് പ്രൊഡോമിനന്റ്ലി ലൊക്കേറ്റഡ് ഇൻ. ഓക്കെ, അപ്പൊ ഇവിടെ 4 വൻകരകളാണ് കൊടുത്തിട്ടുള്ളത്, ഭൂഖണ്ഡങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. ആഫ്രിക്ക, ഏഷ്യ, സൗത്ത് അമേരിക്ക, ഓസ്ട്രേലിയ. ഇതിൽ ഏത് വൻകരയിലാണ് നമ്മുടെ ആമസോൺ ഫോറസ്റ്റ്? ലോകത്തിലെ ഏറ്റവും വലിയ നിബിഡമായിട്ടുള്ള ഏറ്റവും വലിയ മഴക്കാടാണ് ആമസോൺ ഫോറസ്റ്റ്. ഏറ്റവും വലിയ കാട് കൂടെയാണ്. ആമസോൺ നദി ഒഴുകുന്ന വലിയൊരു ബയോഡൈവേഴ്സിറ്റി ഉള്ള ആമസോൺ ഫോറസ്റ്റ് നിലനിൽക്കുന്നത് സൗത്ത് അമേരിക്ക. ഓപ്ഷൻ 3 സൗത്ത് അമേരിക്കയിലാണ്. ബ്രസീൽ, അർജന്റീന, ചിലി, ഇക്വഡോർ തുടങ്ങി പല രാജ്യങ്ങളും ഉൾപ്പെടുന്ന സൗത്ത് അമേരിക്കയിലാണ് ആമസോൺ ഫോറസ്റ്റ് ഉള്ളത്. 29ാം ചോദ്യം, ദ ഗ്രേറ്റ് ബാരിയർ റീഫ് ഈസ് ലൊക്കേറ്റഡ് ഓഫ് ദി കോസ്റ്റ് ഓഫ് വിച്ച് കൺട്രി? ദ ഗ്രേറ്റ് ബാരിയർ റീഫ്, അതായത് ഒരു വലിയ കോറൽ റീഫ്, ഭൂമിയിലെ തന്നെ ഏറ്റവും വലിയ കോറൽ റീഫ് സ്ഥിതി ചെയ്യുന്നത് ഈ ഒരു പെർട്ടിക്കുലർ രാജ്യത്തിന്റെ കോസ്റ്റൽ ലൈനിലാണ്. അത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആണോ, ബ്രസീൽ ആണോ, ഓസ്ട്രേലിയ ആണോ, ഇന്ത്യ ആണോ എന്നാണ് ചോദ്യം. ഇന്ന് ലോകത്തിലെ ഏറ്റവും അവൈലബിൾ ആയ ഏറ്റവും വലിയ പവിഴപ്പുറ്റുകൾ ഉള്ളത് ഓസ്ട്രേലിയയിലാണ്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ 3 ആണ് റൈറ്റ് ആൻസർ. ബട്ട് അതും ഇപ്പൊ വളരെയധികം എൻഡേഞ്ചേർഡ് അവസ്ഥയിലാണ് നിലനിൽക്കുന്നത്. ഓക്കെ, 30ാം ചോദ്യത്തിലേക്ക് വരാം. വിച്ച് കൺട്രി ഈസ് നോൺ ഫോർ ഇറ്റ്സ് എക്സ്റ്റെൻസീവ് യൂസ് ഓഫ് ജിയോ തെർമൽ എനർജി? ഏത് രാജ്യമാണ് ഏറ്റവും അധികം ജിയോ തെർമൽ എനർജി എക്സ്ട്രാക്ട് ചെയ്യുന്നതിൽ മുന്നിട്ട് നിൽക്കുന്നത് എന്നാണ് ചോദ്യം. 30ാമത്തെ ചോദ്യം. ഐസ്ലാൻഡ് ഉണ്ട്, സൗദി അറേബ്യ ഉണ്ട്, കാനഡ ഉണ്ട്, നൈജീരിയ ഉണ്ട്. വളരെയധികം ജിയോ തെർമൽ എനർജിയെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന രാജ്യം എന്ന് പറയുന്നത് ഓപ്ഷൻ 1 ഐസ്ലാൻഡ് ആണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഐസ്ലാൻഡ്. 31ാം ചോദ്യം, ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി അല്ലെ, ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒരു ട്രാജഡി ആയിരുന്നു. 10,000-കണക്കിന് ആൾക്കാരുടെ മരണത്തിന് കാരണമായി. ഇന്നും പലരും അതിന്റെ രോഗത്തിൽ നിന്നും പല കെടുതികളും ഇന്നും ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വലിയ ട്രാജഡി തന്നെയായിരുന്നു ഇന്ത്യ ഫേസ് ചെയ്ത ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി എന്ന് പറയുന്നത്. ഏത് ഗ്യാസ് ലീക്ക് ചെയ്തതോടുകൂടിയാണ് ഈ ഒരു ഭോപ്പാൽ ട്രാജഡി ഇത്രയും വലിയൊരു പ്രശ്നമായത്? കാർബൺ മോണോക്സൈഡ്, മീഥൈൽ ഐസോസൈനേറ്റ്, സൾഫർ ഡയോക്സൈഡ്, ക്ലോറിൻ. റൈറ്റ് ആൻസർ മീഥൈൽ ഐസോസൈനേറ്റ് എന്ന് പറയുന്ന ഒരു വിഷവാതകമാണ്. വളരെയധികം അതിൽ സയനൈഡിന്റെ അളവ് വരെ ഒരു പരിധി വരെ സയനൈഡിന്റെ അംശം വരെ അതിലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അത് ഒരുപാട് ജീവൻ എടുക്കാൻ കാരണമായത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു സീരീസ്, ഒരു ഫിലിം ക്വാളിറ്റി ഉള്ള ഒരു സീരീസും നെറ്റ്ഫ്ലിക്സിലൊക്കെ അവൈലബിൾ ആണ്, റെയിൽവേ മെൻ എന്ന് പറഞ്ഞിട്ട്. കാണാൻ ശ്രമിക്കുക. ഒരുപാട് ഇൻഫർമേഷൻ നമുക്ക് കിട്ടും, അതിന്റെ ഒരു ഭീകരതയും നമുക്ക് മനസ്സിലാവും. ഓക്കെ, ഞാൻ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. 32ാം ചോദ്യം, സൈലന്റ് വാലി ഈസ് ലൊക്കേറ്റഡ് ഇൻ വിച്ച് സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ? സൈലന്റ് വാലി എന്ന് പറയുന്നത് സൗത്ത് ഇന്ത്യയിൽ നിന്ന് അവൈലബിൾ ആയ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള മഴക്കാടുകളിൽ ഒന്നാണ്. തമിഴ്നാട്, കേരള, കർണാടക, മഹാരാഷ്ട്ര. ഓക്കെ, ഇതില് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം കേരളത്തിലാണ്. പാലക്കാട് ജില്ലയിലാണ് സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്നത്. ഇന്ന് കേരളത്തിൽ അവൈലബിൾ ആയ ഒരേ ഒരു അവസാന മഴക്കാട് കൂടെയാണ് നമ്മുടെ സൈലന്റ് വാലി എന്ന് പറയുന്നത്. വളരെയധികം പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള വെസ്റ്റേൺ ഗട്ട്സിന്റെ ഭാഗമായിട്ട് നിൽക്കുന്നു. ഓക്കെ, കേരള. 33ാം ചോദ്യം, ദ നർമ്മദ ബച്ചാവോ ആന്തോളൻ ഈസ് അസോസിയേറ്റഡ് വിത്ത് വിച്ച് റിവർ? ആ പേരിൽ തന്നെ ഉണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാല്. ഗംഗ, യമുന, നർമ്മദ, ബ്രഹ്മപുത്ര എന്ന് പറയുന്നുണ്ട്. നർമ്മദ ബച്ചാവോ ആന്തോളൻ എന്ന് പറയുന്നത് നർമ്മദ, ഓപ്ഷൻ 3 ആണ്. അവിടെ പ്രധാനമായിട്ട് അതിന്റെ വലിയ ചരിത്രത്തിലേക്ക് ഞാൻ പോകുന്നില്ല. അവിടെ റിസർവോയർ സ്ഥാപിക്കുന്നതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുകൊണ്ടുണ്ടായ ഒരു മൂവ്മെന്റ് ആണ്, അല്ലെങ്കിൽ അതിനെതിരൊക്കെ സംഭവിച്ച ഒരു മൂവ്മെന്റ് ആണ്. ഒരു എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ മൂവ്മെന്റ് ആയിരുന്നു നർമ്മദ ബച്ചാവോ ആന്തോളൻ. 34ാം ചോദ്യം, ദ ഗ്രീൻ റവല്യൂഷൻ ഇൻ ഇന്ത്യ പ്രൈമർലി ഫോക്കസ്ഡ് ഓൺ? ഗ്രീൻ റവല്യൂഷൻ എന്ന് പറയുന്നത്, ഗ്രീൻ എന്നുള്ള ഒരു വാക്ക് കളറുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ നമുക്ക് ശരിയുത്തരം പറയാൻ സാധിക്കും. ഇൻക്രീസിംഗ് അഗ്രികൾച്ചറൽ പ്രൊഡക്ടിവിറ്റി, പ്രൊമോട്ടിംഗ് ഇൻഡസ്ട്രിയൽ ഗ്രോത്ത്, അർബൻ ഡെവലപ്മെന്റ്, ഫോറസ്റ്റ് കൺസപ്ഷൻ. അപ്പൊ നമുക്ക് ഏകദേശം ഒരു ഗ്രീൻ എന്ന് പറയുമ്പോൾ തന്നെ അത് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ഗ്രോത്തിന് വേണ്ടിയിട്ടോ അർബൻ ഡെവലപ്മെന്റിന് വേണ്ടിയുള്ളതാവില്ല. ഇനി ഫോറസ്റ്റ് കൺസർവേഷൻ ആയിരിക്കും, അഗ്രികൾച്ചർ പ്രൊഡക്ടിവിറ്റി ആയിരിക്കും. റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് അഗ്രികൾച്ചർ പ്രൊഡക്ടിവിറ്റി. അതായത് പോപ്പുലേഷൻ വളരെയധികം കൂടാണ്, ആൾക്കാർക്ക് ആവശ്യത്തിനുള്ള ഭക്ഷണം ലഭിക്കുന്നില്ല. അതിന്റെ ഭാഗമായിട്ടാണ് ടെക്നോളജിയുടെ സഹായത്തോടു കൂടി ഗ്രീൻ റവല്യൂഷൻ നമ്മൾ കൊണ്ടുവന്നത്. അതിനാൽ തന്നെ വളരെയധികം പ്രൊഡക്ഷനും, അത് കുറഞ്ഞ സ്ഥലത്ത് കുറഞ്ഞ സമയം കൊണ്ട് ഹെവി പ്രൊഡക്ഷൻ നമുക്ക് ലഭിക്കുകയും ക്വാളിറ്റി പ്രൊഡക്ഷൻ ലഭിക്കുകയും ഒരുപാട് ആൾക്കാരുടെ വയറ് നിറയ്ക്കാൻ അതിലൂടെ സാധിക്കുകയും ചെയ്തു.
അതാണ് ഗ്രീൻ റവല്യൂഷൻ. ഓപ്ഷൻ 1 is the right answer. 35-ാം ചോദ്യം, ദ സ്റ്റോക്ക്ഹോം കോൺഫറൻസ് ഓഫ് 1972 is significant for. ഓക്കെ, സ്റ്റോക്ക്ഹോം കോൺഫറൻസുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. ക്യോട്ടോ പ്രോട്ടോകോൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതാണോ, അല്ലെങ്കിൽ ഇനീഷ്യേറ്റിംഗ് ഗ്ലോബൽ എൻവയോൺമെന്റൽ അവയർനെസ് ആയിരുന്നോ, പ്രൊമോട്ടിംഗ് റിന്യൂവബിൾ എനർജി ആയിരുന്നോ, അല്ലെങ്കിൽ ന്യൂക്ലിയർ പവർ ഡെവലപ്പ് ചെയ്യുന്നതായിരുന്നോ എന്നാണ് ചോദ്യം. അപ്പൊ സ്റ്റോക്ക്ഹോം കോൺഫറൻസ് 1972 ആണ്. ഓക്കെ, ഗ്ലോബൽ എൻവയോൺമെന്റൽ അവയർനെസ് ഇനീഷ്യേറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു പ്രധാനമായിട്ടും നമ്മുടെ സ്റ്റോക്ക്ഹോം കോൺഫറൻസിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. ഓപ്ഷൻ 2 is the right answer. 36-ാം ചോദ്യം, കാർബൺ ഫുട് പ്രിന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ ടോട്ടൽ എമൗണ്ട് ഓഫ് കാർബൺ ഡയോക്സൈഡ് എമിഷൻസ് പ്രൊഡ്യൂസ്ഡ് ബൈ ആൻ ഇൻഡിവിജ്വൽ ഓർഗനൈസേഷൻ. ഒരൊറ്റ ഓർഗനൈസേഷനിൽ നിന്നും എത്രത്തോളം കാർബൺ, ഒരു ഫാക്ടറി ആവാം എക്സാമ്പിൾ, അപ്പൊ അതിൽ നിന്ന് എത്രത്തോളം കാർബൺ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു, അതിന്റെ അളവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് കാർബൺ ഫുട് പ്രിന്റ് ആണോ, അല്ലെങ്കിൽ ജിയോളജിക്കൽ ഫോർമേഷൻ കണ്ടെയ്നിങ് കാർബൺ ഡെപ്പോസിറ്റ്സ്, അല്ലെങ്കിൽ എമൗണ്ട് ഓഫ് കാർബൺ ഇൻ ദ എർത്ത് ക്രസ്റ്റ്, ഭൂമിയുടെ ഉൾത്തട്ടിൽ എത്രത്തോളം കാർബൺ ലൊക്കേറ്റ് നിൽക്കുന്നു, അതുപോലെ അബ്സർവേഷൻ ഓഫ് കാർബൺ ഡയോക്സൈഡ് ബൈ പ്ലാന്റ്സ്. ഇതിൽ ഏതാണെന്നാണ് ചോദിക്കുന്നത്. കാർബൺ ഫുട് പ്രിന്റിന്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 1 ആണ്. ഓക്കെ, അതായത് ഒരു ഓർഗനൈസേഷൻ, ഇൻഡിവിജ്വൽ ഓർഗനൈസേഷനിൽ നിന്ന് എത്രത്തോളം കാർബൺ ഡയോക്സൈഡ് എമിറ്റ് ചെയ്യപ്പെടുന്നു. അടുത്തത് 37-ാം ചോദ്യം, വാട്ട് ഈസ് ദി പ്രൈമറി ഗോൾ ഓഫ് ദി പാരീസ് അഗ്രിമെന്റ്? പാരീസ് അഗ്രിമെന്റിന്റെ പ്രൈമറി ഗോൾ, ഉദ്ദേശം എന്തായിരുന്നു? ടു ഇൻക്രീസ് ഇൻഡസ്ട്രിയൽ ഗ്രോത്ത്, ടു ലിമിറ്റ് ഗ്ലോബൽ വാർമിംഗ് ടു വെൽ ബിലോ 2 ഡിഗ്രി സെൽഷ്യസ്. 2 ഡിഗ്രി സെൽഷ്യസിന് താഴെ ഗ്ലോബൽ വാർമിങ്ങിനെ കൊണ്ടുപോവുക, ന്യൂക്ലിയർ എനർജിയെ പ്രൊമോട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഫോസിൽ ഫ്യൂൽസിനെ, എല്ലാ ഫോസിൽ ഫ്യൂൽസിനെയും ബാൻ ചെയ്യുക. ഇതിൽ ഏതാണ് പാരീസ് അഗ്രിമെന്റിന്റെ പ്രധാന ഗോൾ എന്ന് പറയുന്നത്? റൈറ്റ് ആൻസർ ഓപ്ഷൻ 2 ആണ്. 2 ഡിഗ്രി സെൽഷ്യസിന് താഴേക്ക് ഗ്ലോബൽ വാർമിങ്ങിനെ എത്തിക്കുക എന്നുള്ളതായിരുന്നു അതിന്റെ പ്രധാന ഉദ്ദേശം. 38-ാം ചോദ്യം, ദ ടേം എക്കോളജിക്കൽ ഫുട് പ്രിന്റ് റെഫേഴ്സ് ടു. ഓക്കെ, എക്കോളജിക്കൽ ഫുട് പ്രിന്റിന്റെ മീനിങ് എന്താണ്? ദ ഇമ്പാക്ട് ഓഫ് ഹ്യൂമൻ ആക്ടിവിറ്റീസ് ഓൺ ദി എൻവയോൺമെന്റ് ഇൻ ടേംസ് ഓഫ് എമൗണ്ട് ഓഫ് ലാൻഡ് റിക്വയർഡ്. അതായത് എൻവയോൺമെന്റിന് ഹ്യൂമൻ ആക്ടിവിറ്റീസ് കാരണം ഉണ്ടാവുന്ന ഇമ്പാക്ട്, അതായത് റിക്വയർഡ് ആയിട്ടുള്ള ലാൻഡിൽ നിന്ന്, എമൗണ്ട് ഓഫ് ലാൻഡ് റിക്വയർഡ്, അതിന്റെ ഒരു അളവിൽ എൻവയോൺമെന്റിൽ ഉണ്ടാകുന്ന ഹ്യൂമൻ ആക്ടിവിറ്റീസ് ആണ്, ആക്ടിവിറ്റീസുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്ന് പറയുന്നുണ്ട്. എക്കോസിസ്റ്റത്തിന്റെ സൈസ് ആണ് എന്ന് പറയുന്നുണ്ട്. ബയോഡൈവേഴ്സിറ്റി ഓഫ് എ റീജിയൻ ആണെന്ന് പറയുന്നു. പിന്നെ പറഞ്ഞു ജിയോളജിക്കൽ ഫോർമേഷൻ ഓഫ് ആൻ ഏരിയ, ഒരു ഏരിയയുടെ ജിയോളജിക്കൽ ഫോർമേഷനുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് പറയുന്നുണ്ട്. ഇവിടെ 38-ാം ചോദ്യത്തിന്റെ റൈറ്റ് ആൻസർ ഓപ്ഷൻ 1 ആണ്. ഓക്കെ, 39-ാം ചോദ്യത്തിലേക്ക് കടക്കാണ്. ദ ക്ലീൻ ഡെവലപ്മെന്റ് മെക്കാനിസം, CDM എന്ന് പറയും, ഈസ് അസോസിയേറ്റഡ് വിത്ത് വിച്ച് ഇന്റർനാഷണൽ പ്രോട്ടോകോൾ? ഓക്കെ, CDM അഥവാ ക്ലീൻ ഡെവലപ്മെന്റ് മെക്കാനിസം എന്ന് പറയുന്നത് നമുക്ക് നോക്കാം. ക്യോട്ടോ പ്രോട്ടോകോൾ, മോൺട്രിയൽ പ്രോട്ടോകോൾ, ബേസൽ കൺവെൻഷൻ, സ്റ്റോക്ക്ഹോം കൺവെൻഷൻ. ഇതൊക്കെ പല ഇയറിൽ നടന്ന പ്രധാനപ്പെട്ട എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ മായിട്ട് ബന്ധപ്പെട്ട മീറ്റിംഗ്സ് ആയിരുന്നു. ഇതിൽ ക്യോട്ടോ പ്രോട്ടോകോൾ ആയിട്ടുള്ള ഓപ്ഷൻ 1 ആണ് 39-ാം ചോദ്യത്തിന്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ അല്ലെ? 40-ാം ചോദ്യം, ദ എർത്ത് സമ്മിറ്റ് ഹെൽഡ് ഇൻ റിയോ ഡി ജനീറോ. റിയോ സമ്മിറ്റ് എന്ന് പറയും 1992. അത് ഫോക്കസ് ചെയ്ത് പ്രധാനമായിട്ടും എന്തിലാണ്? അർബൻ ഡെവലപ്മെന്റ്, സിറ്റികൾ ഒരുപാട് ഉണ്ടാക്കുന്നതാണോ, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, ഭാവിക്ക് കൂടി നമ്മളെ മുന്നിൽ കണ്ടുകൊണ്ട് അവർ കൂടി റിസോഴ്സുകളെ നിലനിർത്തുക എന്നുള്ള ഒരു കാര്യമായിരുന്നു. ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് അല്ലെങ്കിൽ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ്. ഇതിൽ ഏതായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്ഷൻ 2 ആണ് റിയോ സമ്മിറ്റിന്റെ പ്രധാന ഫോക്കസ് എന്ന് പറഞ്ഞത്, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. 41-ാം ചോദ്യം എന്താണ് പറയുന്നത്? ദ മെയിൻ കോസ് ഓഫ് ദി റീസെന്റ് ഇൻക്രീസ് ഇൻ വൈൽഡ് ഫയർസ് ഗ്ലോബലി. ഓക്കെ, അതായത് കാട്ടുതീ, ഇന്നത്തെ കാലഘട്ടത്തിൽ കാട്ടുതീക്കുള്ള പ്രധാന വലിയ കാരണം ഇൻക്രീസ്ഡ് റെയിൻഫോൾ, മഴ അധികം വരുന്നതാണോ, ക്ലൈമറ്റ് ചേഞ്ച് ആണോ, അർബൻ ഡെവലപ്മെന്റ് ആണോ, അല്ലെങ്കിൽ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് ആണോ? ഇതൊക്കെ തന്നെ ഓപ്ഷൻസിന്റെ മീനിങ് നിങ്ങൾക്കറിയാം. ക്ലൈമറ്റ് മാറുന്നു, അത് ഗ്ലോബൽ വാർമിംഗ് ആയിക്കോട്ടെ, ഗ്രീൻ ഹൗസ് ഗ്യാസുകളുടെ കൂടുതൽ എമിഷൻ ആയിക്കോട്ടെ, ഓസോൺ പാളിക്ക് വിള്ളലേൽക്കുന്നതായിക്കോട്ടെ, എല്ലാം തന്നെ ക്ലൈമറ്റ് ചേഞ്ച് ആണ്. സോ ക്ലൈമറ്റ് ചേഞ്ച് തന്നെയാണ് പ്രധാനമായിട്ടും കാട്ടുതീ അമിതമായിട്ട് സംഭവിക്കുന്നതിന് കാരണമാകുന്നത്. സോ ഓപ്ഷൻ 2 ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, 42-ാം ചോദ്യം, വിച്ച് കൺട്രി ഇസ് ദ ലാർജസ്റ്റ് എമിറ്റർ ഓഫ് കാർബൺ ഡയോക്സൈഡ്? കാർബൺ ഡയോക്സൈഡ് ഏറ്റവും കൂടുതൽ ലോകത്ത് എമിറ്റ് ചെയ്യുന്ന രാജ്യം? യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, ചൈന, ഇന്ത്യ, റഷ്യ. ഇതിൽ ചൈനയാണ് റൈറ്റ് ആൻസർ. രണ്ടാമത്തെ ഓപ്ഷൻ 42-ാം ചോദ്യത്തിന്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് രണ്ടാമത്തെ ഓപ്ഷൻ ആണ് ചൈന. ഓക്കെ, അടുത്തത്, ദ ഗ്രേറ്റ് പസഫിക് ഗാർബേജ് പാച്ച് ഈസ് പ്രൈമർലി കമ്പോസ്ഡ് ഓഫ്. ഓക്കെ, ഗ്രേറ്റ് പസഫിക് ഗാർബേജ് പാച്ച് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഏറ്റവും കൂടുതൽ അവിടെ കോൺസെൻട്രേറ്റഡ് നിൽക്കുന്ന കൈൻഡ് ഓഫ് ഗാർബേജ് അല്ലെങ്കിൽ വേസ്റ്റ് എന്ത് കൈൻഡ് ആണ്? മെറ്റൽ വേസ്റ്റ് ആണോ, മെറ്റലുമായിട്ട് ബന്ധപ്പെട്ടതാണോ, ഇലക്ട്രോണിക് വേസ്റ്റുകളാണോ, പ്ലാസ്റ്റിക് വേസ്റ്റ് ആണോ, അല്ലെങ്കിൽ ഓർഗാനിക് വേസ്റ്റ് ആണോ എന്നുള്ളത്? റൈറ്റ് ആൻസർ മറ്റൊന്നുമല്ല, പ്ലാസ്റ്റിക് വേസ്റ്റ് ആണ്. നമുക്കിന്ന് കടലിലെ പല മേഖലകളും, പല രാജ്യവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കടൽ നോക്കുകയാണെങ്കിലും ഏറ്റവും കൂടുതൽ പ്ലാസ്റ്റിക് ആണ് ഓഷ്യൻ എക്കോസിസ്റ്റത്തിനെ വളരെ മോശമായിട്ട് ബാധിക്കുന്നത്, മറൈൻ എക്കോസിസ്റ്റത്തിനെ.
ഒരു തിമിംഗലം, പണ്ടൊരു തിമിംഗലം ചത്ത് കരക്കടിഞ്ഞപ്പോ അതിന്റെ വയറ് കയറിയപ്പോ അതിൽ കംപ്ലീറ്റ് ആയിട്ട് പ്ലാസ്റ്റിക് ആയിരുന്നു. ഗോൾഫിന്റെ ബോൾ അടക്കം നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. സോ പ്ലാസ്റ്റിക് ഒരു വലിയ വിഷമായി മാറുന്നുണ്ട് കടലിൽ പ്രത്യേകിച്ചും. ഓക്കെ, 44-ാം ചോദ്യം. ദ ടേം സീറോ വേസ്റ്റ് റെഫേഴ്സ് ടു. സീറോ വേസ്റ്റ് എന്ന് പറയുന്ന ഒരു മൂവ്മെന്റ് ആയിട്ട് കാണാം. അതിലൂടെ എന്താണ് ഉദ്ദേശിക്കുന്നത്? വേസ്റ്റ് പ്രൊഡക്ഷൻ കംപ്ലീറ്റ് ആയിട്ട് ഭൂമിയിൽ നിന്നും എലിമിനേറ്റ് ചെയ്യുക എന്നുള്ളതാണോ? റിഡക്ഷൻ ആൻഡ് മാനേജ്മെന്റ് ഓഫ് വേസ്റ്റ് ടു എൻഷുർ മിനിമൽ എൻവയോൺമെന്റൽ ഇമ്പാക്ട്. അതായത് മാക്സിമം ഭൂമിയിൽ ഉണ്ടാവുന്ന വേസ്റ്റുകളുടെ പ്രൊഡക്ഷൻ കുറഞ്ഞിട്ട് എൻവയോൺമെന്റ് ഇമ്പാക്റ്റിനെ മാക്സിമം ചുരുക്കും. ഈ വേസ്റ്റ് കാരണം ഭൂമിയെ മോശമായിട്ട് പലതും സംഭവിക്കുന്നു അല്ലെ. അപ്പൊ ഭൂമിക്ക് സംഭവിക്കുന്ന മോശമായ കാര്യങ്ങളെ മാക്സിമം ഇമ്പാക്ട് കുറച്ചു കൊണ്ടുവരാൻ വേസ്റ്റിന്റെ പ്രൊഡക്ഷൻ കുറയ്ക്കണം, വേസ്റ്റ് നമ്മൾ മാനേജ് ചെയ്യണം. അതാണ് ഓപ്ഷൻ 2 പറയുന്നത്. 3 പറയുന്നു നോൺ റീസൈക്കിളബിൾ മെറ്റീരിയൽസ്. അതായത് നമുക്ക് രണ്ടാമത് റീസൈക്കിൾ ചെയ്ത് ഉപയോഗിക്കാൻ പറ്റാത്ത മെറ്റീരിയൽസ് കൂടുതൽ ഉപയോഗിക്കാം. അത് പക്ഷേ വേസ്റ്റ് കൂടാനാണ് കാരണമാവുക. പിന്നെന്താണ്? വേസ്റ്റ് ഇൻസിനറേഷന് പ്രൊമോട്ട് ചെയ്യുക. എല്ലാ വേസ്റ്റും കത്തിച്ച് കളയാൻ പറ്റിയതല്ല, പ്രത്യേകിച്ച് പ്ലാസ്റ്റിക് പോലുള്ളവ. അതുകൊണ്ട് ഓപ്ഷൻ 2 ആണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, 45-ാം ചോദ്യത്തിലേക്ക് കടക്കുകയാണെങ്കിൽ ബയോഡിഗ്രേഡബിൾ എന്ന് പറയുന്നത് എന്താണ്? ദ ടേം ബയോഡിഗ്രേഡബിൾ റെഫേഴ്സ് ടു സബ്സ്റ്റൻസസ് ദാറ്റ്. ബയോഡിഗ്രേഡബിൾ എന്ന് പറയുന്നത് എന്ത് കൈൻഡ് ഓഫ് സബ്സ്റ്റൻസസ് ആണ്? ആർ റെസിസ്റ്റന്റ് ടു ഡിഗ്രേഡേഷൻ, അതായത് ജീർണിച്ചു പോകാൻ സമ്മതിക്കാത്ത തരത്തിലുള്ള സബ്സ്റ്റൻസുകള്. പിന്നെ ക്യാൻ ബി ബ്രോക്കൺ ഡൗൺ ബൈ നാച്ചുറൽ പ്രോസസ്. നാച്ചുറലി തന്നെ എന്താണ് ഡീകമ്പോസേഴ്സിന്റെ ഇടപെടലിലൂടെ നാച്ചുറലി തന്നെ ബ്രേക്ക് ഡൗൺ ചെയ്ത് അല്ലെങ്കിൽ ഡീകമ്പോസ് ചെയ്യപ്പെടുന്നത്. അല്ലെങ്കിൽ ആർ മെയ്ഡ് ഫ്രം സിന്തറ്റിക് മെറ്റീരിയൽസ്. ലാസ്റ്റ് പറയുന്നു കനോട്ട് ബി റീസൈക്കിൾഡ്. ഇതിലുള്ള റൈറ്റ് ആൻസർ ബയോഡിഗ്രേഡബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു ആപ്പിൾ അല്ലെങ്കിൽ ഒരു ചക്ക മണ്ണിൽ വീണ് കഴിഞ്ഞാൽ ഒരുപാട് കാലത്തിന് ശേഷം അത് ചക്ക ആപ്പിളും അതുപോലെ തന്നെ അവിടെ കിടക്കില്ല, അത് മണ്ണിന്റെ ഭാഗത്തോട് അലിഞ്ഞു ചേരും. അവിടെ ഒരുപാട് ഡീകമ്പോസസ് പ്രവർത്തിക്കുന്നുണ്ട്. സോ ഒരു ആപ്പിൾ ഒരു ചക്ക എന്ന് പറയുന്ന ഒരു ബയോഡിഗ്രേഡബിൾ സബ്സ്റ്റൻസ് ആണ്. സോ അത് നാച്ചുറൽ പ്രോസസ് വഴി തന്നെ ബ്രോക്ക് ഡൗൺ ചെയ്തു പോകുന്നുണ്ട്. സോ ഓപ്ഷൻ 2 ഇസ് ദ റൈറ്റ് ആൻസർ. 46-ാം ചോദ്യം. ദ ഗ്രീൻ ന്യൂ ഡീൽ ഇസ് എ പ്രപ്പോസൽ ടു അഡ്രസ് ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് എക്കണോമിക് ഇൻഇക്വാലിറ്റി പ്രൈമർലി അസോസിയേറ്റഡ് വിത്ത് വിച്ച് കൺട്രി എന്നാണ് ചോദിക്കുന്നത്. ദ ഗ്രീൻ ന്യൂ ഡീൽ എന്ന് പറയുന്ന ഒരു കാര്യം ഏത് രാജ്യമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നു? യുണൈറ്റഡ് കിങ്ഡം, യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, കാനഡ, ജർമ്മനി. ഓക്കെ, പ്രധാനമായിട്ട് നോക്കുക, ക്ലൈമറ്റ് ചേഞ്ചിനെ അഡ്രസ് ചെയ്യുന്നുണ്ട്, എക്കണോമിക് ഇൻഇക്വാലിറ്റിനെ അഡ്രസ് ചെയ്യുന്നുണ്ട്. ദ ഗ്രീൻ ന്യൂ ഡീൽ എന്ന് പറയുന്നത് അത് യുണൈറ്റഡ് സ്റ്റേറ്റ്സുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. ഓപ്ഷൻ 2 ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, 47-ാം ചോദ്യത്തിലേക്ക് വരാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് പ്രാക്ടീസ് ഇസ് നോട്ട് കൺസിഡേർഡ് സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ? താഴെ കൊടുത്തതില് 4 ഓപ്ഷൻസിൽ ഒരു സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ, അതായത് ഭാവിയിലേക്കും കൂടി നമ്മൾ കാത്ത് വെച്ചിട്ടുള്ള രീതിയിലുള്ള ഒരു അഗ്രികൾച്ചർ മെത്തേഡ് അല്ലാത്തത് ഏതാണ്? ക്രോപ്പ് റൊട്ടേഷൻ. ഒരു പ്രദേശത്ത് സീസൺസ് അനുസരിച്ച് എപ്പോഴും ഒരേ കൃഷി തന്നെ നടത്താതെ പലതരം കൃഷികൾ നടത്തിക്കൊണ്ടുവരിക. അത് ആ മണ്ണിന്റെ സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ മണ്ണിന്റെ ക്വാളിറ്റി നിലനിർത്താൻ സഹായിക്കും. മോണോക്രോപ്പിംഗ്. എക്കാലത്തും ഒരു പ്രദേശത്ത് ഒരു മണ്ണിൽ ഒരേ കൈൻഡ് ഓഫ് ക്രോപ്സ് മാത്രം കൃഷി ചെയ്യുക. അഗ്രോ ഫോറസ്ട്രി എന്ന് പറയുന്ന ഒരു മെത്തേഡ് ഉണ്ട്. ഓക്കെ, അതായത് ഒരു കാടിനെയും അതുപോലെ തന്നെ ഒരു കൃഷിയും കൂടി രണ്ടും കൂടി മെയിൻറ്റെയിൻ ചെയ്ത് ഒരു പ്രദേശത്തെ മുന്നോട്ട് കൊണ്ടുപോകും. ഓക്കെ, അവിടെ വൈൽഡ് ലൈഫും സംരക്ഷിക്കപ്പെടുന്നു, കൃഷിയും നടക്കുന്നു. ഓക്കെ, പിന്നെ ഇന്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെന്റ്. വളരെ ശാസ്ത്രപരമായ രീതിയിൽ എക്കോസിസ്റ്റത്തിന് മോശം വരാത്ത രീതിയിൽ പെസ്റ്റിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളത്. ഇതിൽ ഓപ്ഷൻ 2 ആയിട്ടുള്ള മോണോക്രോപ്പിംഗ് ആണ് റൈറ്റ് ആൻസർ. ഒരു പ്രദേശത്ത് എപ്പോഴും എല്ലാ സീസണിലും എന്നും ഒരൊറ്റ ക്രോപ്പ് തന്നെ നമ്മൾ കൃഷി ചെയ്തുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മണ്ണിന്റെ എല്ലാ കഴിവും നഷ്ടപ്പെടും. ആ മണ്ണ് ഒരുപാട് കാലത്തിന് ശേഷം ഒരു വളക്കൂറില്ലാത്തൊരു തരിശ് പ്രദേശമായിട്ട് മാറി. നമ്മൾ ക്രോപ്പ് റൊട്ടേഷൻ, അഗ്രോ ഫോറസ്ട്രി, പെസ്റ്റ് മാനേജ്മെന്റ്, ഇന്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെന്റ് ഒക്കെ ആ ഒരു പ്രദേശത്തിന്റെ സസ്റ്റൈനബിലിറ്റി നിലനിർത്താൻ സഹായിക്കുന്നു. 48-ാം ചോദ്യത്തിലേക്ക് വരാം. ദ ഡിപ്ലീഷൻ ഓഫ് ദി അറൽ സീസ് മെയിൻലി ഡ്യൂ ടു. അതായത് അറൽ സീ എന്ന് പറയുന്നത് ഉസ്ബെക്കിസ്ഥാന്റെ ഒക്കെ, കസാഖിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ പോലുള്ള രാജ്യങ്ങളുടെ ഇടയിൽ നിൽക്കുന്ന ഒരു തടാകം പോലുള്ള ഒരു ഫോർമേഷൻ ആണ്. ഇന്ന് അത് നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അതിന്റെ പ്രധാന കാരണം എന്താണെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, ഇൻഡസ്ട്രിയൽ പൊല്യൂഷൻ ഉണ്ട്, ഓവർ ഫിഷിംഗ് ഉണ്ട്, ഒരുപാട് മീൻ പിടിച്ചതുകൊണ്ടാണെന്ന് പറയുന്നുണ്ട്. ഡൈവേർഷൻ ഓഫ് റിവേഴ്സ് ഫോർ ഇറിഗേഷൻ, അതായത് ഈ ഒരു തടാകം പോലുള്ള പ്രദേശത്തേക്ക് പല പ്രദേശത്തു നിന്ന് പുഴകൾ വന്ന് കൂടിച്ചേരുന്നുണ്ട്. ഓക്കെ, ഈ പുഴകളെ തടഞ്ഞു നിർത്തുകയോ പുഴകളുടെ റൂട്ട് മാറ്റുകയോ ചെയ്യുമ്പോൾ തടാകത്തിലെ ആവശ്യത്തിന് വെള്ളം എത്താതെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നു. അതാവാം, ഇല്ലെങ്കിൽ നാച്ചുറൽ ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്നത്. ഇവിടെ ഓപ്ഷൻ 3 ആണ് റൈറ്റ് ആൻസർ. ഒരുപാട് പുഴകൾ വന്നു ചേരുന്ന ഈ ഒരു പ്രദേശത്തെ പുഴകളെ കൃഷിക്ക് വേണ്ടിയും മറ്റും റൂട്ട് മാറ്റിയതോടുകൂടി ഈ ഒരു അരൽ സീ, സത്യത്തിൽ അതൊരു സീ അല്ല, ഒരു തടാകമാണെന്ന് മനസ്സിലാക്കുക, അത് നശിച്ചുകൊണ്ടിരിക്കുകയാണ്, ഓൾമോസ്റ്റ് നശിച്ച അവസ്ഥയിലാണ്. 49-ാം ചോദ്യം. ഫ്രാക്കിംഗ് ഈസ് എ കോൺട്രവേഴ്ഷ്യൽ മെത്തേഡ് യൂസ് ടു എക്സ്ട്രാക്ട്. ഫ്രാക്കിംഗ് എന്ന് പറയുന്ന മെത്തേഡ് എന്ത് എക്സ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്? കോൾ, കൽക്കരി, നാച്ചുറൽ ഗ്യാസ്, യുറേനിയം,
ഗോൾഡ് അല്ലെങ്കിൽ എന്താണ് നമ്മുടെ സ്വർണം ഖനനം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ആദ്യം ഫ്രാക്കിംഗ് എന്ന് പറയുന്ന മെത്തേഡ് എന്നു പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഉത്തരം എളുപ്പമാവും. ഭൂമിയുടെ അടിയിൽ ഒരുപാട് പാറകൾ നിൽക്കുന്നുണ്ട്. ഈ പാറക്കുള്ളില് ഈ പാറകൾ തുരന്നാൽ മാത്രമേ ഒരുപാട് നാച്ചുറൽ ഗ്യാസുകൾ എനർജി പ്രൊഡക്ഷന്റെ ഭാഗമായിട്ട് ലഭിക്കുകയുള്ളൂ. അപ്പോ വെള്ളം പോലുള്ള ഒരുപാട് ലിക്വിഡുകൾ ഉപയോഗിച്ച് വളരെ ഫോഴ്സിൽ ഉപയോഗിച്ചിട്ട് ഈ പാറകളെ കീറും അല്ലെങ്കിൽ തുരന്നിട്ട് നാച്ചുറൽ ഗ്യാസുകളെ പുറത്തേക്ക് എക്സ്ട്രാക്ട് ചെയ്ത് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡ് ഉണ്ട്. അതാണ് ഫ്രാക്കിംഗ് എന്ന് പറയുന്നത്. ഇതിലൂടെ നാച്ചുറൽ ഗ്യാസ് ആണ് നമ്മൾ പ്രധാനമായിട്ടും എക്സ്ട്രാക്ട് ചെയ്യുന്നത്. ഓക്കെ, സോ ഓപ്ഷൻ ഏതാണ്? 2 is the right answer. ഇനി നമ്മുടെ പ്രൊഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പറിലെ അവസാന ചോദ്യം, 50th ക്വസ്റ്റ്യൻ. The Extinction Rebellion movement is primarily focused on. എക്സ്റ്റിങ്ഷൻ റെബലിയൻ എന്ന് പറയുന്ന ഒരു മൂവ്മെന്റ് ഉണ്ട്. അത് എന്തിൽ ഫോക്കസ് ചെയ്യുന്നു പറഞ്ഞാൽ തന്നെ നമുക്ക് അതിന്റെ ഡെഫിനിഷൻ എന്താണ് സംഭവം എന്ന് കിട്ടും. പ്രൊമോട്ടിംഗ് ജനറ്റിക് മോഡിഫിക്കേഷൻ. അതായത് നമ്മളിപ്പോ ഗ്രീൻ റെവല്യൂഷൻ ഒക്കെ അതിന്റെ ഭാഗമാണ്. അതായത് ഒരു പെർട്ടിക്കുലർ ജന്തു അല്ലെങ്കിൽ ക്രോപ്പ് എന്തോ അതിൽ ജനറ്റിക് മോഡിഫിക്കേഷൻ വരുത്തിയാൽ കുറച്ചും കൂടി ക്വാളിറ്റി ഉള്ള ഒരു കുറച്ചും കൂടി എന്താണ് ഈ അന്തരീക്ഷത്തിൽ ഈ ഒരു എക്കോസിസ്റ്റത്തിൽ കുറച്ചും കൂടി സർവൈവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് നമ്മൾ സയന്റിഫിക്കലി ഒരുപാട് പഠിച്ചിട്ട് ജനറ്റിക് മോഡിഫിക്കേഷൻ നടത്തുന്ന ഒരു കാര്യമാണോ എക്സ്റ്റിങ്ഷൻ റെബലിയൻ? അല്ലെങ്കിൽ അഡ്വക്കേറ്റിംഗ് ഫോർ റാപ്പിഡ് ആക്ഷൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്. അതായത് ക്ലൈമറ്റ് ചേഞ്ച് വളരെ സ്പീഡായിട്ട് സംഭവിക്കും. അത് നമ്മുടെ പരിസ്ഥിതിയെ മോശമായിട്ട് ബാധിക്കുന്നതിനെ അഡ്രസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു കാര്യമായിരുന്നു. അല്ലെങ്കിൽ സപ്പോർട്ടിങ് ന്യൂക്ലിയർ എനർജി, അല്ലെങ്കിൽ എൻകറേജിങ് അർബനൈസേഷൻ, നഗരവൽക്കരണത്തെ കൂടുതൽ എൻകറേജ് ചെയ്യുക. അതില് എക്സ്റ്റിങ്ഷൻ റെബലിയൻ എന്ന് പറയുന്നത് നമ്മുടെ ക്ലൈമറ്റ് ചേഞ്ച് തന്നെയാണ് ഏറ്റവും വലിയ രീതിയിൽ നമ്മുടെ നാശത്തിന് കാരണമാകാൻ സാധ്യത പ്രധാനമായിട്ടും പറയുന്നത്. അപ്പോ അതിനെ അഡ്രസ് ചെയ്യുക, പ്രധാനമായിട്ട് ക്ലൈമറ്റ് ചേഞ്ചിനെ നമ്മൾ കുറച്ചു കൊണ്ടുവരിക. ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്ന ഒരു വിപത്തിനെ നമ്മൾ ലിമിറ്റ് ചെയ്യുക തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ടാണ് എക്സ്റ്റിങ്ഷൻ റെബലിയൻ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ 2 ആണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. സോ ഇതാണ് നമ്മുടെ ലേൺ വൈസിന്റെ റിസർച്ചിലൂടെ നമ്മൾ മനസ്സിലാക്കി അല്ലെങ്കിൽ നമ്മൾ വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന 2024 ജൂൺ ടേം എക്സാമിനേഷന് വരാൻ വളരെയധികം സാധ്യത കൽപ്പിക്കുന്ന പ്രൊഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്. അപ്പോൾ മുൻകാല ചോദ്യപേപ്പറുകൾ, മുൻകാലത്തെ ഒരുപാട് ചോദ്യപേപ്പറുകൾ അനലൈസ് ചെയ്തും പഠിച്ചുകൊണ്ട് തന്നെയാണ് നമ്മളിത് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. ഉറപ്പായിട്ടും നിങ്ങളെ വരാൻ പോകുന്ന പരീക്ഷയ്ക്ക് വളരെ വലിയ രീതിയിൽ ഹെൽപ്പ് ചെയ്യാൻ പോകുന്ന അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ പോകുന്ന ഒരു പ്രൊഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ ആണിത്. വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് ഇതിൽ മെൻഷൻ ചെയ്ത 50 ചോദ്യങ്ങൾ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പഠിച്ച് പ്രിപ്പയർ ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ ചോദ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന പോർഷൻസ് നിങ്ങൾ നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയൽ ഉപയോഗിച്ച് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ എക്സാമിൽ വലിയ ഒരു റിസൾട്ട് ലഭിക്കാൻ അത് കാരണമാവും. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് സെഷൻ. അപ്പൊ ഇഗ്നോ ഫോക്കസ് 2.0 കൂടുതൽ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺ വൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 2.0 ലേൺ വൈസ് അക്കാദമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 2.0 ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മെഷീൻ ലേണിംഗ് അൽഗരിതങ്ങൾ ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവ് ആയ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺ വൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺ വൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ ഈ വീഡിയോക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യാനുള്ള വാട്സ്ആപ്പ് നമ്പർ അടക്കം അവിടെ കൊടുത്തിട്ടുണ്ട്. 7592939616 എന്നതാണ് നമ്പർ. ഒന്നുകൂടെ പറയാം, നോട്ട് ചെയ്ത് വെക്കുക. 7592939616. So all the best for your upcoming IGNO exams. Thank you.